ഹലോ ഫ്രണ്ട്സ്, ന്യൂസ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി കോയിൻ്റെ വാല്യൂ ആണ്. എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കോയിനാണ് ഇന്ദിരാഗാന്ധി കോയിനും ജവഹർലാൽ നെഹ്റു കോയിനും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തീർക്കുന്നതാണ്. നമ്മൾ തമ്പ്ലൈനിൽ കണ്ട പോലെ ഇതിൻ്റെ ഒരു കോയിന് 8,000 രൂപ വരെ സ്റ്റാർട്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏത് കോയിനാണ്, അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാരണം ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുവരുന്ന കോയിൻസിനായിരിക്കും ഈ പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇതിന് 4 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ വരെ വീഡിയോ കണ്ട് അത് ശരിയാണോ? അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതാണ്. എത്ര രൂപ വരെ ഇതിന് മാർക്കറ്റുള്ള കോയിനാണ്, ഏത് തരം കോയിനാണ് ഇത്തരം മാർക്കറ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്മൾ പറയാൻ പോകുന്ന ഈ കോയിൻ്റെ വാല്യൂ ആണ്, അതായത് ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ഈ ഒരു കോയിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഈ കോയിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ കോയിൻ ഇറങ്ങിയ വർഷം എന്ന് പറയുന്നത് 1985-ലാണ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ കോയിനാണ്. ഇതൊരു കോപ്പർ നിക്കൽ കോയിനാണ്. അപ്പം ഈ കോയിൻ്റെ മിൻറ്റുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ബോംബെ, ഹൈദരാബാദ്. ഈ മിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൻ ഉണ്ടാക്കിയ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇയറിൻ്റെ തൊട്ടുതാരായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്. ആ മാർക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ മിൻറ്റ് മാർക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പം ബോംബെ ആണെങ്കിൽ ഒരു ഡയമണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ ഡോട്ട് എന്നൊരു രീതിയിലാണ് വരുന്നത്. അല്ല ഹൈദരാബാദ് ആണെങ്കിൽ സ്റ്റാർ മാർക്ക് വരും, 5 പോയിൻറ്റഡ് സ്റ്റാർ മാർക്ക് വരും. എങ്ങനെയാണ് നമ്മൾ മിൻറ്റ് മനസ്സിലാക്കുന്നത്? ചില കോയിനുകളുടെ വാല്യൂ നിർണ്ണയിക്കാൻ മിൻറ്റ് മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വർഷവും. ഇവിടെ നമ്മൾ ഇന്ദിരാഗാന്ധി കോയിനാണ്. ഇപ്പോൾ എല്ലാവരും എന്താണ് ഈ കോയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ നോർമൽ 5 രൂപ കോയിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു കോയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു കൗതുകത്തിന് വേണ്ടി എല്ലാവരും കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു കോയിനാണ്. അതായത് ഇപ്പോൾ കൈ കിട്ടിയാൽ തന്നെ എല്ലാവരും ഇത് കൊള്ളാൻ ഒരു വെറൈറ്റി കോയിനാണെന്ന് വെച്ച് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും കയ്യിൽ ഈ കോയിനുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മുടെ മലയാളത്തിൽ തന്നെ പലരും ചെയ്തിട്ടുണ്ട്. ഈ കോയിന് 4 ലക്ഷം രൂപ വരെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ട്, ഇതിന് ഇത്രയും വില കിട്ടുമോ, ഇത് എവിടെയാണ് നമ്മൾ വിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. അതായത് ഈ ഇന്ദിരാഗാന്ധി കോയിൻ ഇറങ്ങിയ ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ ഇങ്ങനെയല്ല. ഇതിന് ഈ ഇന്ദിരാഗാന്ധി കോയിൻ ഇറങ്ങിയതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ UNC സെറ്റ് എന്ന് പറയുന്ന കോയിൻ വരുന്നുണ്ട്. UNC സെറ്റായിട്ട് ഇറങ്ങുന്നത് വെച്ചാൽ അൺസർക്കുലേറ്റഡ് കോയിൻ. അതായത് അത് നമുക്കിതുപോലെ സർക്കുലേഷനിൽ കിട്ടത്തില്ല. ഡയറക്റ്റ് മിൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോയിനാണ്. അത് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അതായത് നമുക്കിപ്പം ഇന്ദിരാഗാന്ധിയുടെ UNC സെറ്റ് ഇറങ്ങിയത് 20 രൂപ കോയിനും 100 രൂപ കോയിനും വെച്ചിട്ടാണ്. ഒരു 20 രൂപ കോയിനും ഒരു 100, ഞാനതിവിടെ പിക്ചറിൽ കാണിക്കാം. ആ കോയിൻ വെച്ചാണ് ഇറങ്ങിയത്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് അത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കോയിൻസ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ കോയിൻ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപ കോയിനും 20 രൂപ കോയിനും കൂടെ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് അന്നത്തെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 225 രൂപയാണ്. 225. ഇന്നും നമുക്ക് പല കോയിനുകളുടെയും UNC സെറ്റുകൾ മേടിക്കാൻ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സൈറ്റുകളിൽ നിന്ന്, അതായത് ഗവൺമെൻറ്റിൻ്റെ മിൻറ്റിൻ്റെ സൈറ്റുകളുണ്ട്. അതായത് ബോംബെ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഈ 3 മിൻറ്റുകളുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ ആ UNC സെറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ മറ്റാരുടെയും കൈകളിൽ ചെല്ലുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ കയ്യിലോട്ടാണ്. അത് ഗവൺമെൻറ് മിൻറ്റ് ചെയ്ത് നമുക്ക് അത് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം കിട്ടുന്ന കോയിനാണ്. ഒരു ഒറ്റ വട്ട ആ കോയിൻ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഇറങ്ങുന്ന സമയത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. അങ്ങനെ ഇറങ്ങിയ കോയിനാണ് ഇന്ദിരാഗാന്ധിയുടെ 20 രൂപയും 100 രൂപ കോയിനും. അതിൻ്റെ അന്നത്തെ ഇഷ്യൂ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 225 രൂപ. മൊത്തം ഫേസ് വാല്യൂ 120 ആണെങ്കിലും അന്നത്തെ വാല്യൂ 225. ഇപ്പം ഒരു 100 രൂപ കോയിൻ മേടിക്കണമെങ്കിൽ മിനിമം നമുക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവും 3000 രൂപ 4000 രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കോയിൻ കളക്ഷൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന കോയിനാണ്. അതുകൊണ്ട് വേറൊരു പ്രയോജനമില്ല. മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഷോ കേസിൽ വെക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ UNC സെറ്റിൻ്റെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ UNC സെറ്റ് 20 രൂപ കോയിനും 100 രൂപ കോയിനും കൂടി ചേരുന്ന UNC സെറ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞ 8,000 രൂപ വരുന്നത്. മനസ്സിലായല്ലോ? 8,000 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ ആണ്. അത് കിട്ടത്തില്ല, 8,000 രൂപ കിട്ടത്തില്ല. കാരണം വെച്ചാൽ അതുപോലെ റെയറാണ്. കാരണം വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതായത് UNC സെറ്റുകളൊക്കെ അന്നത്തെ കാലത്ത് മേടിക്കുന്ന വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്തും നമ്മുടെ മലയാളത്തിൽ എത്ര പേര്, വളരെ കുറച്ച് പേര് മാത്രമേ ഈ UNC സെറ്റുകൾ മേടിക്കും. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. അന്ന് 120 രൂപ ഫേസ് വാല്യൂ വരുന്ന കോയിന് 225 രൂപ. ഇന്നാണെങ്കിൽ 100 രൂപ ഫേസ് വാല്യൂ അല്ലെങ്കിൽ 105 രൂപ ഫേസ് വാല്യൂ വരുന്ന കോയിന് വില എന്ന് പറഞ്ഞാൽ 3,000-4,000 രൂപയാണ്. അത് നമ്മൾ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യുക, അവർ നമുക്ക് പൈസ അയക്കുക, അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു
തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഈ കൂടുതൽ പേരും വീഡിയോകളൊക്കെ ചെയ്യുന്ന ഇതൊരു UNC സെറ്റുകളുടെ പ്രൈസ് പറഞ്ഞിട്ട്, അതല്ലാതെ നമ്മുടെ ഈ നോർമൽ സർക്കുലേഷനുള്ള കോയിൻ, അതായത് നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്ന ഈ 5 രൂപ കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കാരണം ഇത് എല്ലാവരുടെയും ഒത്തിരി പേരുടെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? ഇതൊരു കോമൺ കോയിനാണ്. ഒരു റെയർ കോയിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എടുത്തുള്ളൂ. ഇത് കോമൺ കോയിൻ. അപ്പം തന്നെ നമുക്ക് ഊഹിച്ചൂടെ എല്ലാവരുടെയും കയ്യിലുള്ള കോയിൻ ആരാണ് ഇത്ര വില കൊടുത്ത് മേടിക്കുന്നത്? ആരാണ്ടൊക്കെ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട് 4 ലക്ഷം രൂപ. വെറുതെ അത്രയും കിട്ടത്തില്ല. എന്നാലും നമ്മൾ ഈ കോയിൻ കളക്ഷൻ ചെയ്യുന്നവരുടെ ഇടയ്ക്ക് ഇതിനൊരു വാല്യൂ പറയും. അതായത് ഇപ്പം കോയിൻ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോയിൻ വാങ്ങാൻ എത്ര രൂപ ആകണം എന്നുള്ള ഒരു മിനിമം വാല്യൂ നമ്മൾ നിശ്ചയിച്ച് വെക്കും. അതായത് നമുക്ക് കോയിനേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാകും നമുക്കിത് കിട്ടിയില്ലെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് വരെ കൊടുത്തും വാങ്ങാമെന്നുള്ളത്. അപ്പോൾ ഇതൊരു കോമൺ കോയിൻ കൂടിയാണ്. എന്നിട്ടും ഈ കോയിൻ്റെ വാല്യൂ നമ്മൾ ആ ബുക്കിൽ പറയുന്നത് ഏകദേശം 30 രൂപ കിട്ടത്തുള്ളൂ. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ 5 രൂപ കോയിന് വെറും 30 രൂപ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ 8000 രൂപ വാല്യൂ ഉള്ള കോയിൻ ഉണ്ടോ എന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞ UNC സെറ്റ്. UNC സെറ്റ് എത്ര പേരുടെ കയ്യിൽ മലയാളത്തിൽ കാണുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വളരെ വിരളമായ ആളുകളിൽ മാത്രമേ ഈ കോയിൻ കാണത്തുള്ളൂ. കാരണം അന്നത്തെ ഇത് ഇഷ്യൂ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഗവൺമെൻറ്റിന്, അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ എഴുതി അയച്ചു കൊടുത്ത് പൈസയും കൂടെ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇപ്പം മാറി നമുക്ക് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ആ കോയിൻ മേടിക്കാൻ പറ്റും. ആ സെറ്റ് അന്ന് 225 രൂപ. ആ കോയിനാണ് ഇപ്പം മാർക്കറ്റ് വാല്യൂ 8000 രൂപ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ കയ്യിലുള്ള ഇപ്പോഴത്തെ 5 രൂപ കോയിന് വെറും 30 രൂപയുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. 30 രൂപ പോലും കിട്ടില്ല. കാരണം എല്ലാവരുടെയും കയ്യിലുള്ള കോയിൻ എങ്ങനെയാണ് ഇത്ര ഡിമാൻഡ് വരുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഏത് കോയിനാണ് ഇത്തരം വാല്യൂ കിട്ടുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻ ഇത്തരം വാല്യൂ ഉണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ NumisMan ഒഫീഷ്യലിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏത് തരം സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. കാരണം ഇങ്ങനെയൊക്കെ ഒത്തിരി കുറേ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നുണ്ട്. 4 ലക്ഷം 5 ലക്ഷം ഇതൊക്കെ കണ്ട് ഒത്തിരി പേര് മലയാളികൾ, ചെറുപ്പക്കാർ അല്ലാത്തവരൊക്കെ OLXലൊക്കെ പോയി ഇങ്ങനെ കോയിനൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഒത്തിരി സ്പാം ബയ്യേഴ്സൊക്കെ വന്നിട്ട് ഓരോ പ്രശ്നങ്ങളിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു തന്നത്. ഇത് കറക്റ്റ് ജെന്യുവനാണ്. കാരണം വെച്ചാൽ UNC സെറ്റിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ നോർമൽ സർക്കുലേഷൻ ഇരിക്കുന്ന കോയിന് മിനിമം ഞാൻ പറയുന്നത് ഒരു 30 രൂപ റേഞ്ചൊക്കെ വരത്തുള്ളൂ. കാരണം പിന്നെ നമുക്കിത് ഒഫീഷ്യലി വിൽക്കാൻ അനുവാദം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റുള്ള സൈറ്റുകൾക്ക് മാത്രമാണ്. അതിൽ നമുക്ക് കാണാം. ഇപ്പം മിനിമം ഒരു UNC സെറ്റിലെ ഒരു 5 രൂപ കോയിൻ 10 രൂപ കോയിനൊക്കെ ഇപ്പം മിനിമം 300 രൂപ 350 രൂപയാണ്. നമുക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വാല്യൂ എത്രയാണ്. ഇപ്പം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഇന്ദിരാഗാന്ധി കോയിൻ 5 രൂപ, അതിന് ഒരു കോമൺ കോയിനാണ്. അതിന് ഈ പറയുന്ന വാല്യൂ ഉള്ളൂ. അതുപോലെ തന്നെ UNC സെറ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 8000 രൂപ കിട്ടും. അതാണ് നമ്മൾ ഇന്നത്തെ ഇന്ദിരാഗാന്ധി കോയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എല്ലാ കോയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. ഏത് തരം കോയിൻസിൻ്റെ വേണമെങ്കിലും 1835 മുതൽ ഇപ്പോൾ നിലവിൽ സർക്കുലേഷനിലോടുന്ന ഏത് കോയിൻസിൻ്റെ, ഇന്ത്യൻ കോയിൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതുവഴി പറയാനാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും കോയിൻ്റെ വാല്യൂ വരണം, അല്ലെങ്കിൽ കോയിൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോയിൻസ് ആവശ്യമുണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും കോയിൻ സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ പറയുക. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയും കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. നമുക്ക് ആൻറ്റിക് കോയിൻസിനാണ് നമുക്ക് വിൽക്കുന്നതിന് നമുക്കൊരു ഇതുള്ളൂ. അല്ലാതെ നിലവിൽ സർക്കുലേഷനിലോടുന്ന കോയിൻസ് വിൽക്കാൻ അതിൻ്റെ അധികാരമുള്ളത് ഇതുപോലുള്ള ഓരോ വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇറക്കുന്ന കോയിൻ ഗവൺമെൻറ് സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അവർക്കാണ് വിൽക്കാനുള്ള യഥാർത്ഥ അധികാരമുള്ളത്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഇതുപോലുള്ള കോയിൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോയിൻ കളക്ഷന് വേണ്ടി മാത്രം മലയാളത്തിൽ തുടങ്ങിയ ഒരു ആദ്യത്തെ ചാനലാണിത്. അപ്പോൾ ഇതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാനത് പറയുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും